നാലാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ അത്തത്വീഖു ഫിൽ ഫിഖ് ഫിഖിലെ പ്രാക്ടിക്കൽ പരീക്ഷ. പ്രവർത്തനം നിസ്കാരം 2 റക്അത്ത് സുന്നത്താണ്. അപ്പോൾ സുന്നത്തായ 2 റക്അത്ത് നമസ്കാരം ഉസ്താദിന് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നതാണ്. അതിന് ഓരോന്നിനും നിശ്ചയിച്ച മാർക്കുണ്ട്. ആ പ്രവർത്തനങ്ങൾ 2 ഉണ്ടെങ്കിൽ മാർക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് വരും. എന്നിട്ട് ആകെ മാർക്ക് നിങ്ങൾക്ക് കാണാം. അവസാനത്തെ കളിയിൽ നമുക്ക് ലഭിച്ച മാർക്ക് ഉസ്താദ് രേഖപ്പെടുത്തി തരും. ഓരോ വിദ്യാർത്ഥികൾക്കും ഇതുപോലത്തെ ഓരോ പേപ്പറുകൾ കൊടുക്കും. നിങ്ങൾക്കതിൽ പേരെഴുതാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഉസ്താദ് നമ്മൾ ചെയ്യുന്നതിന് നേരെ നിർദ്ദേശിച്ചിട്ടുള്ള മാർക്ക് അവിടെ അടയാളപ്പെടുത്തി തരും. അവസാനം ടോട്ടൽ ചെയ്ത് തരും. ഇത് നമ്മുടെ 1ാം സ്ഥാനവും 2ാം സ്ഥാനത്തിനുമൊക്കെ പരിഗണിക്കുന്ന മാർക്കാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വിഷയം ഗൗരവത്തിൽ കാണുകയും നന്നായി പഠിക്കുകയും ചെയ്യുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. വളരെ എളുപ്പമുള്ള കാര്യമാണ് നമസ്കരിക്കുക, 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ചൊല്ലാനുള്ള ദിക്റുകളും ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും അതിൻ്റെ ഭംഗിയോടുകൂടെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ വിവരിക്കണം. ചോദ്യപേപ്പറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഒന്നാമത്തത് നിയ്യത്തിൻ്റെ പൂർണ്ണ രൂപം പറയലാണ്. സമസ്തയുടെ സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് മുത്തലക്കൻ ഒരു ഉപാധിയുമില്ലാത്ത 2 റക്അത്ത് നമസ്കാരം എന്നുള്ളതാണ്. അങ്ങനത്തെ നമസ്കാരത്തിന് നമ്മൾ നിയ്യത്ത് വെക്കുന്ന രൂപം ഉസല്ലി സുന്നത്ത റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. ഇത്രേ നമ്മൾ പറയേണ്ടൂ. ഇതാണ് നിയ്യത്തിൻ്റെ ശരിയായ രൂപം. പ്രത്യേകം ഓരോരുത്തരും ശ്രദ്ധിക്കുക, പഠിച്ചിട്ട് പോവുക. അവിടെ പോയാൽ നിയ്യത്ത് മറന്നുപോയാൽ നല്ലൊരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. നിയ്യത്ത് മറന്നാൽ തന്നെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം പേടിയോടുകൂടെയാണ് ചെയ്യുക. അപ്പോൾ നമുക്കത് കൃത്യമായി ചെയ്യാൻ കഴിയുകയില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ നിയ്യത്ത് നമ്മൾ മനസ്സിൽ കരുതാറാണുള്ളത്. ഇത് കരുതിയാൽ മാത്രം പോരാ, നാവ് കൊണ്ട് നമ്മൾ ഉസ്താദ് കേൾക്കെ പറയും കൂടെ ചെയ്യണം. അപ്പോഴേ നമുക്ക് നിർദ്ദേശ മാർക്ക് ലഭിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലലാണ്. എളുപ്പമുള്ളതാണ്. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലലാണ്. ചുമലുകൾക്ക് നേരെ നമ്മുടെ 2 കൈകൾ ഉയർത്തിക്കൊണ്ടാണ് നമ്മളത് പറയേണ്ടത്. മൂന്നാമത്തത് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം 2 കൈയും വെക്കലാണ്. അപ്പോൾ ആ കൈ വെക്കുന്ന രൂപം നമ്മൾ കൃത്യമായി പഠിച്ചതാണ്. അതേ സ്ഥാനത്തു തന്നെ, നമ്മൾ ഈ കാണുന്ന സ്ഥാനത്തു തന്നെ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ച് വെക്കുക. അതിന് നമുക്ക് 3 മാർക്കാണ് ലഭിക്കുന്നത്. ശേഷം നാലാമത്തത് വന്നിട്ടുള്ളത് റുക്കൂ ആണ്. റുക്കൂവിന് 2 മാർക്കാണ്. 2 റുക്കൂ വരും 2 റക്അത്തിൽ. അപ്പോൾ അതിന് 4 മാർക്ക് നമുക്കത് ലഭിക്കും. റുക്കൂയിൽ ചെല്ലാനുള്ളത് സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. അത് 3 പ്രാവശ്യം നമ്മൾ തെറ്റാതെ അക്ഷരശുദ്ധിയോടുകൂടെ തന്നെ ചൊല്ലിക്കൊടുക്കുക. ശേഷം റുക്കൂയിൽ നിന്ന് നമ്മൾ ഇഅ്തിദാലിലേക്ക് വരുന്ന സമയത്ത് സമിഅല്ലാഹു ലിമൻ ഹമിദ, ഇതൊക്കെ നമ്മൾ ഉറക്കെ പറയണം. പറഞ്ഞുകൊണ്ട് നമ്മൾ ഇഅ്തിദാലിലേക്ക് വരും. ഇഅ്തിദാലിൽ ചൊല്ലാനുള്ള റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ് എന്ന ഈ ദിക്ർ ശ്രദ്ധിച്ച് അക്ഷരശുദ്ധിയോടുകൂടെ ചൊല്ലിക്കൊടുക്കുക. ചെയ്ത് കാണിച്ചു കൊടുത്താൽ നമുക്ക് ലഭിക്കുന്നത് 4 മാർക്കാണ്. കാരണം 2 റക്അത്തുകളിലുള്ള 2 ഇഅ്തിദാലിൽ ചൊല്ലാനുള്ള ദിക്റാണ് നമ്മൾ പറഞ്ഞത്. ഇനി ആറാമത്തത് സുജൂദാണ്. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം 7 അവയവം വെക്കൽ. 4 സുജൂദുകളാണ് ഉണ്ടാവുക. ഒരു റക്അത്തിൽ 2 സുജൂദ്, മറ്റു റക്അത്തിൽ 2 സുജൂദ്. അങ്ങനെ 4 സുജൂദുകൾക്ക് നമുക്ക് ലഭിക്കുന്നത് 16 മാർക്കാണ്. അപ്പോൾ കൃത്യമായി സുജൂദ് ചെയ്താൽ തന്നെ നമുക്ക് ജയിക്കാനുള്ള മാർക്ക് ലഭിച്ചു. അപ്പോൾ സുജൂദിൽ വെക്കാനുള്ള 2 മുട്ടുകൾ, 2 കൈ, മൂക്ക്, നെറ്റി, പിന്നെ കാലിൻ്റെ വിരലുകളുടെ പള്ള, ഇതെല്ലാം വെക്കുന്നത് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്ത് സുജൂദിൽ ചൊല്ലാനുള്ള സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി 3 പ്രാവശ്യം ചൊല്ലലോടുകൂടെ സുജൂദ് പൂർത്തിയായി. എന്നിട്ട് നമ്മൾ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വരികയാണ്. സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം, ആ ഇരുത്തത്തിൽ ചൊല്ലാനുള്ള ദിക്റും അത് കൃത്യമായി കാണിച്ചു കൊടുത്താൽ 7ാമത്തത് അതാണ്. 2 പ്രാവശ്യം ഉണ്ടാകും ഒരു റക്അത്തിൽ. അങ്ങനെ 4 മാർക്കാണ് നമുക്കതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്.
റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന ദിക്റാണ് 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ ചൊല്ലാനുള്ളത്. ശ്രദ്ധിച്ച് പഠിക്കുക, അക്ഷരപ്പിഴവുകൾ വരാതെ. ഇനി നമുക്ക് 8ാമത്തത് വായിക്കാം. അത്തഹിയാത്ത്, അതിനുള്ള ഇരുത്തം. അപ്പോൾ അത്തഹിയാത്ത് ചൊല്ലുന്നതും അതിനു വേണ്ടിയിട്ടുള്ള ഇരുത്തവും 4 മാർക്കാണ്. അത് ഒരു തവണ വരുന്നുള്ളൂ, അതുകൊണ്ട് അതിന് ആകെ മാർക്ക് ലഭിക്കുന്നത് 4 മാർക്കാണ്. അത്തഹിയാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. 4 മാർക്ക് നമുക്ക് അത്തഹിയാത്ത് ചൊല്ലിക്കൊടുത്താൽ നേടാൻ കഴിയും. അത്തഹിയാത്തിന് ഇരിക്കുന്ന രൂപം, ഈ ഒരു രൂപം നിങ്ങൾ കാണുന്നുണ്ട്. ഈ ഒരു രൂപത്തിൽ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുക. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തൊയ്യിബാത്തു ലില്ലാ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതുപോലെ അക്ഷരശുദ്ധിയോടുകൂടെ തന്നെ നമ്മൾ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ശേഷം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലണം. നമുക്കൊക്കെ അറിയുന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്നതാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അതും ചൊല്ലണം. അതിനുശേഷം വരുന്ന അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഗ്ലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇതുവരെയാണ് അത്തഹിയാത്തിന് ശേഷമുള്ള ദുആ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 9ാമത്തത് ഫർളുകളിൽ അടങ്ങി താമസിക്കലാണ്. അപ്പോൾ അത് നോക്കുന്നുണ്ടോ എന്ന് നോക്കും. അതിന് 1 മാർക്കാണ്. 10 അടങ്ങി താമസിക്കൽ വരുന്നുണ്ട്. അങ്ങനെ 10 മാർക്ക് നമുക്കതുവഴി ലഭിക്കും. ഫർളുകളിലുള്ള ദിക്റുകൾ ചൊല്ലുന്നതോടുകൂടെ തന്നെ അവിടെ അടങ്ങി താമസം എന്നുള്ളത് ഓട്ടോമാറ്റിക് വരും. ചിലരുടെ നിസ്കാരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, സുജൂദും റുക്കുവും അതിൻ്റെ ഇടയിലിരുത്തൊക്കെ വേഗം ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും, സംശയിച്ചു പോകും. അങ്ങനെയാകുമ്പോൾ അവിടെ അടങ്ങി താമസിക്കുക എന്നുള്ളത് നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം കൂടെ ശ്രദ്ധിക്കുക. അവസാനമായി കൊടുത്തത് സലാം വീട്ടൽ എന്നുള്ളതാണ്. 1 മാർക്കാണ്. 2 സലാം ഉണ്ടാകും. 2 മാർക്ക് അതിനേക്ക് ലഭിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വലത്തോട്ട് ആദ്യം, അത് കഴിഞ്ഞ് ഇടത്തോട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മറ്റൊരു വർഷത്തെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നിങ്ങൾ കാണുന്നത്. മാർക്ക് നൽകിയിരിക്കുന്ന ഭാഗത്ത് നല്ലൊരു മാറ്റം കാണാനുണ്ട്. ബാക്കി എല്ലാം ഏറെക്കുറെ 99% ഒരുപോലെയാണ് വന്നിട്ടുള്ളത്. നമുക്കും ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ദിക്റുകളോടും ദുആകളോടുകൂടെയും അതുപോലെ തന്നെ അത് ചെയ്യേണ്ട രൂപത്തിൽ തന്നെ ചെയ്ത് പഠിക്കുക. 2 റക്അത്ത് നിയ്യത്ത് വെച്ചുകൊണ്ട് ഉസ്താദിൻ്റെ മുമ്പിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും 50ൽ 50 മാർക്കും ലഭിക്കും. ഈ മാർക്ക് ആസ്പദമാക്കിയാണ് നമ്മുടെ ക്ലാസ്സിൽ 1ാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെ നിർണ്ണയിക്കുക. അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. അതാണ് ഇത്തരം കഷ്ടപ്പാടുകൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സമ്മാനം. അതോടൊപ്പം 1 ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.